സെൻസസ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി അമിത ജോലിഭാരം എന്ന പരാതിയുമായി അധ്യാപക സംഘടനകൾ നേരത്തെ നിശ്ചയിച്ചിരുന്നതിന്റെ ഇരട്ടിയിലധികം കെട്ടിടങ്ങളാണ് അധ്യാപകരുടെ ഉത്തരവാദിത്വത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്ത മാസം ഓണപരീക്ഷ ആരംഭിക്കാനിരിക്കെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും ആക്ഷേപമുണ്ട്. സെൻസസ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന എന്യൂമറേറ്റർമാരെ പീഡിപ്പിക്കുന്ന സമീപനങ്ങൾ അധികാരികൾ അവസാനിപ്പിക്കണമെന്നാണ് അധ്യാപക സംഘടനകളുടെ പ്രധാന ആവശ്യം. ഒരു എന്യൂമറേറ്റർക്ക് 200 കെട്ടിടങ്ങളുടെ കണക്കെടുപ്പാണ് നിർവഹിക്കേണ്ടത്. അത് ജൂലൈ 31-നകം പൂർത്തിയാക്കണമെന്നാണ് പരിശീലന ക്ലാസുകളിലും ഔദ്യോഗിക നിർദ്ദേശങ്ങളിലും അറിയിച്ചിട്ടുള്ളത്. എന്നാൽ പല എന്യൂമറേറ്റർമാർക്കും 400ഓളം കെട്ടിടങ്ങളുടെ കണക്കെടുപ്പ് ചുമതലപ്പെടുത്തി എന്നാണ് സംഘടനകളുടെ ആരോപണം. സെൻസസ് ക്ലാസ്സുകളിലും മറ്റും പറഞ്ഞതുപോലെ 200 കെട്ടിടങ്ങളായിരിക്കും ഒരാൾ എന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായ ചിത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഒരാൾക്ക് അതിനിരട്ടിയും 2 ഇരട്ടിയും 3 ഇരട്ടിയും വീടുകളുള്ളവരുടെ അനുഭവങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളത് വളരെ പ്രയാസകരമാണ്. അനുഭവത്തിൽ നിന്ന് 1 മണിക്കൂറിൽ 5ഓ 6ഓ വീടുകളുടേത് മാത്രമാണ് പൂർത്തിയാക്കാൻ കഴിയുന്നത്. ഇതിനു പുറമെ ജൂലൈ 15-നകം തന്നെ സെൻസസ് പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കണമെന്ന അനൌദ്യോഗിക നിർദ്ദേശവും നൽകുന്നുണ്ടെന്ന് അധ്യാപകർ പറയുന്നു. എന്യൂമറേറ്റർമാരിൽ ഭൂരിഭാഗവും വനിതകളാണ്. അവർ ഏറെ ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് ജോലി നിർവഹിക്കുന്നത്. 200-ൽ കൂടുതൽ കെട്ടിടങ്ങൾ ചുമതലപ്പെടുത്തിയവരുടെ എണ്ണം കുറയ്ക്കണമെന്നും സെൻസസ് പൂർത്തിയാക്കാൻ ജൂലൈ മാസം മുഴുവൻ സമയം അനുവദിക്കണമെന്നും അധ്യാപക സംഘടനകൾ ആവശ്യപ്പെട്ടു. കൂടാതെ പഠനം മുടങ്ങാതിരിക്കാൻ താൽക്കാലിക അധ്യാപകരെ നിയമിക്കണമെന്ന അധ്യാപക സംഘടനകളുടെ ആവശ്യത്തിൽ സംസ്ഥാന സർക്കാർ ഇതുവരെ അനുകൂല തീരുമാനമെടുത്തിട്ടില്ല. ഓഗസ്റ്റ് 10ഓടെ ഓണപരീക്ഷ ആരംഭിക്കാനിരിക്കെ പാഠഭാഗങ്ങൾ തീർക്കുക അധ്യാപകർക്ക് ബാലികേറാമലയാകും. വിദ്യാർത്ഥികളുടെ പഠനത്തെ ബാധിക്കാത്ത വിധത്തിൽ അധ്യാപകരുടെ സെൻസസ് ഡ്യൂട്ടി ക്രമീകരിക്കാൻ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.